എല്ലാവർക്കും വെൽക്കം ടു ശ്രീ ഗൈസ്. എല്ലാവർക്കും ഹായ്, ഹലോ ഹലോ ഹലോ. സൗണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? ഓൾ ഗുഡ് അല്ലേ? എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ SRKയുടെ കാര്യത്തിലെ കേസും പരിപാടികളും എല്ലാം കഴിഞ്ഞു, എല്ലാം സോൾവ് ആയി. അപ്പോൾ മുടിയെല്ലാം വെട്ടി. ഇവിടെ വരുമ്പോഴാണ് ഞാൻ മുടി വെട്ടാനൊക്കെ പോണത്. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇറങ്ങാൻ മടിയ. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. അത് ആരായിരുന്നു അയച്ചത്? ജിത്തു എക്സ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഞാൻ നിങ്ങളെ ഷിഗാവത്തിനെ പരിചയപ്പെടുത്തി തരാം. പയ്യൻ പുഷ്പ 3-യിലെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ചെറുപ്പ റോള് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുക. പയ്യൻ ഷിഗാവത്ത് മീറ്റ് അവർ ഷിഗാവത്ത് എത്തി ഇവിടെ. ഷിഗാവത്ത് നമ്മളെ ഷൂട്ട് അടുത്ത ആഴ്ച തുടങ്ങും. എന്ത് വണ്ടി നമ്മുടെ വണ്ടി എന്ത് ചെയ്യരുത്? അതെ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല, പ്രശ്നമാണ് ചെറുക്കം, ഭയങ്കര പ്രശ്നമാണ്. അത് അച്ഛൻ്റെ കളക്ഷൻ അല്ലേ മോനെ, അതെടുത്താൽ അത് നല്ല വിലയുള്ള വണ്ടിയല്ലേ. ഈടാകുമ്പോൾ അതെ ദേവുട്ടിയുടെ ബൈക്ക് എന്തിയാടാ? മറ്റേ ബൈക്ക് എന്തിയാടാ ദേവുട്ടിയുടെ? ഷിഗാവത്ത് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഷിഗാവത്തിനെ കണ്ടോ നിങ്ങളെല്ലാവരും? മീറ്റ് മിസ്റ്റർ ഷിഗാവത്ത്. മൈക്ക് തുറന്ന അത് മൈക്ക് തുറന്ന അത് പന്ന മൈക്കല്ലേ? അത് പന്ന മൈക്ക്. അത് ദേവുട്ടിക്ക് വേറെ നല്ല മൈക്ക് മേടിച്ചു തരാമല്ലോ. മൊട്ട തുറന്ന അതെടുത്തോ അച്ഛടുത്ത് തരാം. അതേ ലംബോർഗിനി കാർ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അവിടെ ഒരു ഹായ് കൊടുത്തേ. ഹായ് കണ്ടാ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടാ? ഫഹദ് ഫാസിലിൻ്റെ ചെറുപ്പം അഭിനയിക്കുമ്പോൾ ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ആവാം. അതെ വേറെ കാർ. മീറ്റ് മിസ്റ്റർ ഷിഗാവത്ത്. എന്ത് പറ്റി? എടാ ടവലെന്നാടാ തുണികൾ ഇരിപ്പണ നോക്കി. താഴെയാണോ? അപ്പോൾ എടാ എന്നാ പയ്യനെ കൊണ്ടുപോക്കോ. തുമ്മല. അയ്യോ തുമ്മലാണോ? ടാറ്റാ പോയിട്ട് വാ. അതെന്താ? അത് കൊടുത്തോ. ബ്ലെസ് യു. ബഫറിംഗ് ഒന്നും ഇല്ലല്ലോ. ബഫറിംഗ് ഉണ്ടോ? ചുമ്മാ കള്ളം പറയില്ല ഏട്ടാ. ബഫറിംഗ് ഒന്നും ഇല്ലേ ഗൈസ്? പുറകിലത്തെ ലൈറ്റ് ഓഫ് ആവുന്നു നിങ്ങൾ നോക്കിക്കോണം. ഓഫ് ആകുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണേ. ഓഫ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അത് സ്വിച്ച് ചെയ്തില്ലെങ്കിൽ ലൈവ് മൊത്തത്തിൽ ഓഫായി പോകും. അപ്പോൾ പുറകിലത്തെ ഇത് ലൈറ്റ് ഓഫ് ആകുമ്പോൾ കറണ്ട് പോയി എന്നാണ് അർത്ഥം. അത് ഓഫ് ആകുമ്പോൾ എന്നോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പോൾ നമ്മുടെ സെർവർ നോർമലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്ക് കൂടിപ്പോയ ഒരു 5-6 ദിവസത്തിനകത്ത് ബ്രാവോ റെഡിയാക്കാൻ വേണ്ടി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. വില്ലംബ്രോയുടെ കുഞ്ഞിൻ്റെ 28 ഓഫായിട്ടില്ല. പുറകെ കാണുന്നില്ലടാ കള്ളന്മാരെ, കള്ളൻ. അതൊന്നും ഓഫായിട്ടില്ല. അപ്പോൾ വില്ലംബ്രോയുടെ കുഞ്ഞിൻ്റെ 28 നാളെ. അപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബ്രാവോയും നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടിരുന്നതാണ്. ഇവിടെ എലിയുടെ ഹസ്ബൻഡും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ബ്രാവോ പറഞ്ഞ് ഇല്ലടാ ഞാൻ വരുന്നില്ല. അവനെന്തോ വാശി ആയതുപോലെയാണ് സത്യം പറയാലോ. അവൻ പ്രാന്ത് പിടിച്ചതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ PC ഓഫ് ചെയ്യാതെ മറ്റേ സ്ക്രീനിൻ്റെ മുണ്ടയ്ക്ക് ഇരിക്കുക. എപ്പോൾ വിളിച്ചാലും ഇത് തന്നെ, ഉറക്കവും ഇല്ല ഒന്നുമില്ല. അവൻ നമ്മുടെ കൂടെ അവിടെ വരാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അന്നേരം അവൻ പറഞ്ഞ് ഇതെനിക്കൊരു വാശി പോലെയാടാ, ഞാനിപ്പോൾ ഇവിടുന്ന് മാറി നിന്നാൽ ശരിയാകത്തില്ല. ഒരു 5-6 ദിവസത്തിനകത്ത് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് എനിക്ക് സെർവർ ഫുള്ള് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ബ്രാവോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഇതാക്കിയിട്ട് അതായത് മറ്റേ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ടർഫും PvPയും RPയും ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സെർവർ സെറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരിപ്പം ഉദ്ദേശിക്കുന്ന ഒരു 5-6 ദിവസത്തിനകത്ത്. സോ അതുടനെ അപ്പോൾ ഒരു 5-6 ദിവസത്തിനകത്ത് തന്നെ ബാക്ക് ടു നമ്മുടെ ഇത് അപ്പാവും. അത് നമ്മൾ എക്സലാൻറ്റിസ് തിരിച്ച് കൊണ്ടുവന്നിരിക്കും. അത് എല്ലാവരുടെയും വാശിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ സെർവർ ഡൗൺ ആയ സമയത്ത് കേരളത്തിലെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സെർവറുകാർ അവരുടെ കീ തരാം, ഞങ്ങളും അവിടെ വന്ന് കളിക്കുന്നവരാ, ഞങ്ങൾ കീ തരാൻ റെഡിയാണ്. സോ ഞങ്ങളുടെ സെർവറിൻ്റെ കീ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം.
ആൻഡ് എക്സലൻറ്റീസിൻ്റെ ഏകദേശം ഒരു അത്രയും അസറ്റ് ഇല്ലെങ്കിൽ ഒരു 70% അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ 70% അസറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണെന്ന് വരെ പറഞ്ഞ് കേരളത്തിൽ കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന സെർവറുകൾ വരെ നമ്മുടെ അടുത്ത് വന്ന് അതിൽ ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു മൊമെൻറ്റിൽ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പക്ഷേ ഈ സെർവറിനെ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരുന്നതിലും അടിപൊളിയാക്കി ഇങ്ങനൊരു സാധനം വന്നത് നന്നായി. ഇതിലും അടിപൊളിയായിട്ട് ഇതിലും സ്ലോട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ഇതിലും സ്ലോട്ട് കൂട്ടായി മര്യാദയ്ക്ക് നമ്മൾ ആ സെർവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും, ഉറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ RDR സെർവർ മലയാളത്തിൽ കൊണ്ടുവരും, അത് ഉറപ്പാണ്. ഗ്യാങ് അസറ്റ്സ് ഉണ്ടാവും ഗൈസ്. ഗ്യാങ് അസറ്റ്സ് പോകത്തില്ല, ഗ്യാങ് അസറ്റ് ഉണ്ടാവും. ഗ്യാങ് അസറ്റ് ഡേറ്റ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗ്യാങ് അസറ്റ് പോകത്തില്ല, എല്ലാം ഉണ്ടാവും. നമ്മളത് തിരിച്ച് കൊണ്ടുവരും എത്രയും പെട്ടെന്ന്. കിക്ക് ലോഗോ വെച്ചില്ല, സീനില്ല, അത് കുഴപ്പമില്ല. RDR വേണ്ടെന്നാണ് എടാ. വേറെ എന്താണ് കളിക്കേണ്ടത് നമ്മളിപ്പോൾ തൽക്കാലം? നമുക്ക് തൽക്കാലം എല്ലാവരുമായിട്ട് ചില്ലായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന RDR ആണ്. അപ്പോൾ RDR നമുക്ക് ന്യൂ PC ആണോ? അല്ല, എടുത്തുകൊണ്ട് വന്നില്ല ഞാൻ ഇന്നലെ ലൈവ് എൻഡായി പോയിട്ട് നേരെ SRKയുടെ വീട്ടിൽ പോയി. അവിടെ പോയി അവനെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കാണിച്ചു. അവിടെ നിന്ന് ഇന്ന് രാവിലെ അവനെ കോടതിയിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത്. എന്നിട്ട് ഞാൻ അതിന് പോയില്ല, ഇന്നലെ അവൻ്റെ വീട്ടിൽ പോയി അവനെ തിരിച്ചു കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം അവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും ഇവിടുന്ന് വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്നതാണ്. ഞാൻ ഉറങ്ങി എണ്ണിട്ടതേ ഉള്ളൂ കുറച്ച് മുമ്പ്. എന്നിട്ട് നേരെ പോയി മുടിയെല്ലാം വെട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടി ബാക്കി ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. SRKയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം ഓൾ ഗുഡാണ്, എല്ലാം ചില്ലായിട്ടിരിക്കണം. ബാക്കിയെല്ലാം നമുക്ക് ചടപടേ തീർക്കാം. അപ്പോൾ നമുക്ക് RDR കയറാം. ഇന്ന് ബാബു എല്ലാവരും വന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം RDR കളിക്കാം. അപ്പോൾ RDR കളിച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം, നമുക്ക് ബാ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. റെഡം ഇത്ര നാൾ 5M ആയിരുന്നു, ഇനി തൊട്ട് നമ്മൾ കുറച്ച് ദിവസം റെഡമാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്. പുഷിങ് ഇട്ട് കുതർ. എടാ ബാബു എത്ര ദിവസം അവൈലബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ബാബുവിനോട് ഇന്ന് ചോദിക്കണം. സിമുലേറ്റർ ഉണ്ടോ? ഇന്ന് സിമുലേറ്റർ ഇല്ലടാ, ഇന്നെല്ലാം ഞാൻ അഴിച്ചു വെച്ചേക്കോ. എല്ലാം ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യുകയൊക്കെ വേണം. കുറച്ച് ദിവസം വീട്ടിലായതുകൊണ്ട് കുറച്ചെല്ലാം അവിടെ. കാസ്ട്രോടെ മഞ്ചാട് ഞാൻ കണ്ടു. എനിക്കതിൽ ഒന്നും പറയാനില്ല. എനിക്കതിൽ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഡെസ്ലേക്കാർ കൊണ്ടുപോകും. അവന്മാർ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എൻ്റെ നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ആണോ ഇതിൽ PL അടിക്കുമോ? ഇതിലും PL ഒക്കെ ഉണ്ടോ? ഇതിലും PL ഒക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ PL അടിച്ച് കത്തിപ്പോ. അതിന് എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്ന് അറിഞ്ഞൂടാ. ഇന്നലെ എൻ്റെ നെറ്റ് പോയതാ കേസ്, ജൂഡ് ചതച്ചല്ലേ അത്. പിന്നെ അയച്ചു തന്ന സാധനം വീട്ടിൽ തച്ച് തിന്നില്ലേ? ഇതായിരിക്കുമോ? പിന്നെ അവർ പറഞ്ഞിടായിരിക്കുമോ? അത് പറഞ്ഞപ്പോഴാ കേസ്. ഇന്നൊരു പയ്യൻ എനിക്ക് വീട്ടിൽ, അതായത് എൻ്റെ ഫുഡും ഡയറ്റും ഒക്കെ നോക്കുന്ന ഒരു പയ്യൻ എനിക്ക് കൊണ്ട് തന്നൊരു ടീഷർട്ടാണ്. അണ്ണൻ ഇന്ന് ഈ ടീഷർട്ട് ഇട്ട് ലൈവ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. സോ ആ ടീഷർട്ട് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. ഈ ടീഷർട്ട് അവൻ എനിക്ക് വഴി കണ്ടപ്പോൾ മേടിച്ച് തന്നതാണ്. പക്ഷേ ഈ ടീഷർട്ട് ഇന്ന് ഇടണം എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അതുകൊണ്ട് ഈ ടീഷർട്ട് ഇട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, അവൻ തന്നത് കൊണ്ട് മാത്രമാണ് ഈ ടീഷർട്ട് ഇട്ടേക്കണമെന്ന്. സോ അതുകൊണ്ട് ഇട്ടതാണ് ഈ ടീഷർട്ട്. കള്ള നല്ലടാ, സത്യമായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല, അവൻ തന്നിട്ടതാണ് ഈ ടീഷർട്ട്. സ്പെയിൻ ജയിക്കും. എടാ എന്താടാ അയ്യോ. എല്ലാവർക്കും വെൽക്കം. അല്ല അവൻ തന്നല്ല, അവൻ പറഞ്ഞ ഞാൻ ഇതാക്കും. അവൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ കൊണ്ട് തന്ന എനിക്ക് ടീഷർട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടോ അവൻ ഈ വീട്ടിൽ ഈ ടീഷർട്ട് കൊണ്ട് തന്നിട്ട്. പ്രൂഫ് വേണം. എടാ ഹെൽത്തിൽ കൂടെ പയ്യ. എടാ മോനെ, എടാ നീ ഒഫീഷ്യൽ ഇതിലൊരു സ്റ്റോറി ഇട്ടേക്കണേ, അല്ലെ എന്നെ കള്ളനാക്കി കളയേ. ഗൈസ് എല്ലാവർക്കും വെൽക്കം. എന്നാ ഗൈസ് ഫൈനൽ എന്നാ? 19-ാം തീയതി അല്ലേ? 19-ാം തീയതി ആണല്ലേ ഫൈനൽ? 19 21 21 20 അല്ലേ? 20-ാം തീയതി അല്ലേ? ഓക്കെ. 20-ാം തീയതി എന്ന് പറഞ്ഞാൽ 19-ാം തീയതി രാത്രി 12:30 19 രാത്രി 12:30 അല്ലേ? യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ബാംഗ്ലൂരിൽ ഇരുന്ന് കളി കാണേണ്ടി വരും. കളി കാണാം. ചന്ദ്രൻ സെയിം ടീഷർട്ട് ആണോ? ചന്ദ്രൻ്റെ സെയിം അതാ ഞാൻ പറഞ്ഞ. ചന്ദ്രൻ്റെ എൻ്റെയും ഡയറ്റ് നോക്കുന്ന അവനാ. ചന്ദ്രൻ്റെ അതിട്ടേക്കണല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായി? ഇപ്പൊ
വിശ്വാസമായോ? ഇപ്പൊ വിശ്വാസമായോ? ചന്ദ്രന്റെ എന്റെയും ഡയറ്റ് ഒരേ പയ്യനാണ് ഇത് രണ്ടും നോക്കണത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടില്ല. കേട്ടാ കേട്ടാ കേട്ടാ, ഇത് തന്നെ സാധനം, ഇത് തന്നെ സാധനം, ഇത് തന്നെ. എക്സലന്റ്. ഹലോ ഹലോ, ബാബു, കോഴിക്ക് വസന്തയാണെന്ന് പറഞ്ഞു നമ്മള്. കോഴി കുറച്ച് കാലത്തേക്ക് ഒരു ചെറിയ ഒരു പനി. അപ്പൊ ഏരിയയിലൊക്കെ. എടാ അങ്ങനല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. അളിയ നിന്റെ ക്യാമറ ഒന്ന് ഓണാക്കി കാണിച്ച അളിയ. ഇവന്മാരും ഞാൻ അവൻ കൊണ്ട് തന്ന ടീഷർട്ടാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അളിയ. നീ ഇട്ടേക്കുന്ന ടീഷർട്ടാ ഞാൻ ഇട്ടേക്കണേ. സെയിം ടീഷർട്ടാ. നിന്നെ ആര് ടീഷർട്ട്? നീ ഒന്ന് നിന്റെ ക്യാമറ ആക്കി നിന്റെ ടീഷർട്ട്. ആണോ? അല്ലല്ലല്ല, ഒന്ന് കാണിച്ചേ. അളിയ ഇത് തന്നെ സാധനം, ഇത് തന്നെ. ഇവനെ സമ്മതിക്കണോട്ടോ. മെനിങ്ങാന്ന് വരെ ഇവൻ മറ്റേ ഇത് റൊണാൾഡോ തൈ ഇടവരാണ്. അത് മാത്രം കാണിക്കാൻ പറ്റില്ല കേട്ടോ തിരിച്ചെനിക്ക്. അത് മാത്രം ഇതൊക്കെ മറ്റേ മരുന്നൊക്കെയാണ് ബ്രോ. അത് മാത്രം ഫ്ലെക്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മുണ്ടായോണ്ടാ കാണിക്കാതെ. എനിക്ക് നമുക്ക് മസിലൊക്കെ ഉണ്ട്, നമ്മൾ പിന്നെ കാണിക്കാത്തത്. അതെ, ഞാൻ മുണ്ടായോണ്ടാ കാണിക്കാത്ത. എണീറ്റിരിക്കാൻ പറ്റത്തില്ല പോലും, ഒന്നും വരുന്നില്ലല്ലോടാ. ഏതോ കയ്യിലുണ്ടായിരുന്നു, കൈത്തപ്പഴേ ഏതോ കയ്യിൽ ഇതുണ്ടായിരുന്നല്ലോ. ജിമ്മിൽ പോയിട്ടില്ല നമ്മള് കുറച്ച് നാളായിട്ട്. സത്യം. ആ കാര്യം മാത്രം നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. അങ്ങനെ സാധനം കാണിച്ചു ലാസ്റ്റ് കളി. ആ ഒരു ടീഷർട്ട് കാണിക്കാൻ പറഞ്ഞപ്പം ഞാൻ നിർത്തുവായി ബ്രോ, ഞാൻ ഇറങ്ങും. എന്റെ ഇന്നത്തെ മൂഡ് പോയി. സത്യല്ലേ? അങ്ങനെ ഒരു ആംഗ്യം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അളിയ അവിടെ? അതങ്ങനെ അത് കാണിക്കാതെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സാധനം കാണിച്ചു തരും. ഞാൻ ഈ കാര്യത്തിൽ ഒരു വാഗ്ദാനവും പറയൂല, കാരണം ഇനി പറഞ്ഞ ആൾക്കാർ തുപ്പി എറിയും. 4-5 വർഷം പറഞ്ഞല്ലേ? 4 അല്ല, അതിൽ കൂടുതൽ പറഞ്ഞതാ. 6 പാക്ക് വേഴ്സസ് മൈസൂർ പാക്ക് എന്ന്. ഞാൻ കേരള വിഷയമല്ല എടുക്കാതെ. അയ്യോ ഞാൻ ഇതിട്ടാ. നീ എന്തിടാനാടാ? നീ സിറ്റിക്ക് ഇതിനകത്ത് കയറിയോ? എനിക്ക് കേറാന്ന് പറഞ്ഞൂടാ. ഇതെങ്ങനെ കേറണ? നിങ്ങളെ എന്റെ പുതിയ കീബോർഡ് കാണണോ നിങ്ങൾക്ക്? ഇത് കണ്ടോ? മെർക്കുറി അല്ലേ നേരത്തെ ഇരുന്നു? അതല്ലേ മെർക്കുറി ഇപ്പൊ കിട്ടിയതായത്. ഇപ്പൊ കിട്ടിയത് ഏത് ലോകം കൊണ്ടുണ്ടാക്കിയതാ? കാണിക്കാൻ പറ്റത്തില്ല. വയർലെസ് ആണ്. ലാഗ് മാറിയോ നോക്കിയാ? കിടില സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. താങ്ക് യു. നിന്നെ ഞാൻ കാണിച്ചില്ല, എന്നാലും നീ എടുത്ത് എന്തിനാ നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. റേറ്റ് എടാ, ഇത് ഇന്ത്യയിൽ മേടിക്കാനാണെങ്കിൽ 10-24,000 രൂപയാവും. എനിക്കിത് പുറത്തുനിന്ന് കൊണ്ട് തന്നതാണ്, അതുകൊണ്ട് എനിക്ക് അതിന്റെ പകുതി പൈസ ആയുള്ളൂ. അത് ചോദിച്ചില്ലല്ലോ. അതല്ല, ഇവിടെ കമന്റ് ചോദിച്ചു നിന്നോട്. ചതുര വാങ്ങാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. നമ്മള് നീ കയ്യിൽ മറ്റേ മസിൽ കാണിച്ചപ്പോ ഞങ്ങൾ വല്ലതും പറഞ്ഞോ? അപ്പോലെ കയ്യിലുള്ള സ്കിൽ വെച്ച് എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇതിപ്പോ ഞാൻ എന്ത് കാണിക്കും? ഞാൻ മാക്സിമം മുണ്ട് നോക്കി കാണിക്കാൻ ഇരിക്കാതെ ഉള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് നോക്കി കാണിക്കാൻ ഇവിടെ ഒന്നും ഇല്ല എന്റെ ഇപ്പൊ. ഗെയിം സ്റ്റാർട്ട് ചെയ്യ് ബ്രോ. ഇത് ലോഡാവട്ടെ, സെർവറാ ബ്രോ, ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. ഹൈദരാബാദ് വ്ളോഗ് ഞാൻ ചിലപ്പോഴേ എടുക്കൂടാ. വ്ളോഗ് എടുത്ത് പോയി എന്താ ഇങ്ങനെ. അല്ല, നമ്മളൊരു എണ്ണം വെച്ച് ഉടനെ ഡിഡോസ് ഇവിടെയും വരും കേട്ടോ. ഡിഡോസ് വരും, സെർവർ ബാൻ വരും. ഞാൻ കഴിഞ്ഞ PC-യിൽ ഇതെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷെ എറണാകുളത്ത് PC-യിൽ ലോഡാക്കി വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാനിപ്പോ വന്നതേ ഉള്ളൂ.
ലൈഫ് തന്നെയല്ലേ ബാബു, എറണാകുളത്തെ അത് പറഞ്ഞപ്പോഴേ ബ്രോ, ഞാൻ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ബ്രോ, നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴേ നമ്മുടെ കൂട്ടത്തില് ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്ത് 2 പേരുണ്ടോ, അതുപോലെ 2 PC ഉണ്ടോ ലൈവ് ഇടാൻ വേണ്ടിട്ട്? അല്ല ഞാൻ ചോദിക്കുവായിരുന്നേ, ലൈവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 PC ഉണ്ടെങ്കിലേ ഒരെണ്ണം ഞാൻ ലൈവ് ഇട്ട് തിരിച്ചു തരാം. നീ ലൈവ് ഇട്ടിട്ട് തിരിച്ചു തരാം. അല്ലെ ഒരു കാർ തരുവാണെങ്കിൽ ട്രിവാൻഡ്രം പോകാൻ. എന്താ പറയാ, 2 പേരുണ്ടെങ്കിൽ അതുപോലെ 2 കാറുണ്ടെങ്കിൽ ഒരെണ്ണം തിരുവനന്തപുരം തിരിച്ചു തരാം. ഏത് വണ്ടി വേണം നീ എടുത്തോണ്ട് പോക്കോ അളിയാ. ഞാൻ എടാ അളിയാ, നിനക്ക് അതിനോട് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ അളിയാ? നിനക്ക് BM വേണോ? BM എടുത്തോ, അത് അടുത്ത ആഴ്ച കിട്ടുള്ളൂ. നിനക്ക് നീ താർ വേണോ? താർ എടുത്തോ. സെൽട്ടോസ് വേണോ? സെൽട്ടോസ് എടുത്തോ. പപ്പാട് സ്വിഫ്റ്റ് വേണോ? നീ അതെടുത്തോ. എന്നിട്ടിപ്പോ ഇതിനെ വിളിച്ച് എല്ലാം മാറ്റിക്കാൻ പറയാം. ഇല്ല എനിക്ക് ഉടനെ വേണ്ട. ഉടനെ വേണ്ട, നാളെ മതി, നാളെ വൈകിട്ട് മതി. നീ എടുത്തോ. സെൽട്ടോസ് ഞാൻ കൊണ്ടുപോകും, താർ ഇവിടെ ഉണ്ടാവും. മൈൻഡ് ബാബുവിന് മൈൻഡ് ഇല്ലടാ. എനിക്ക് അവനെ കാണുന്നതേ എനിക്ക് എന്തോ പോലെയാണ്. അത് ഞാൻ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല. അവന് മൈൻഡ് ചെയ്യായിരുന്നു കേട്ടോ. അളിയാ, ഇത് ഓഡിയോയില് എന്തോ ഒരെണ്ണം കുറയ്ക്കണമായിരുന്നു. ഫുള്ള് സ്കോറാന്ന് തോന്നുന്നു. ആ സ്കോർ ഫുള്ള് കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് തരുമോ കാറ്? പിന്നെ എല്ലാവർക്കും തരാം. എന്റെ കാർ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കാറല്ലേ, നിങ്ങളുടെ വണ്ടി. ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യത്തില്ല. ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യാറില്ല. നിങ്ങൾ എടുത്തോ. എന്താ നീ ആരോ ഉദ്ദേശിച്ച പറഞ്ഞു? ആരല്ല, നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്, വേറെ ആരും അളിയാ. ഞാന് ബാബു കേറിയോ? അതിനകത്ത് കേറിയോ? ജനിക്കുന്നിടത്ത് വന്നാ മതി, നമ്മളവിടെ ഉണ്ടേ. ഞാൻ ജനിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കോഡിൽ ഇരുന്ന ഗെയിം വർക്ക് ആവൂല. ഡിസ്കോഡിൽ നടക്കട്ടെ. ഗെയിമിന്റെ പേരെന്താ? ഗെയിമിന്റെ പേര് ക്യാം ചെറുതാക്കുകടാ. അപ്പൊ എന്നെ നിനക്ക് കാണണ്ട. നിനക്ക് എന്നെ കാണണ്ട. ഇതിനകത്ത് കുതിരയും കൊളയട്ടയും കൊളക്കോഴിയും കാണാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സ്ട്രീമറിന്റെ ഒക്കെ ഇതിനകത്ത് ഫേസ് ക്യാം ഒക്കെ അവരൊക്കെ എന്ത് നല്ല ഓഡിയൻസ്. നിന്നെയൊക്കെ പോലത്തെ അപ്പികളെ എന്ത് പറയാം. ഫേസ് ക്യാമും കാണണ്ട. ഞാൻ ഇത്രയും DSLR ലൈറ്റ് ഫേസ് ക്യാം ഓഫ് ചെയ്യാൻ സിറ്റിയിലുണ്ടാവാ. ക്യാം ഓഫ് പോടാ അവിടുന്ന്. മോനെ, നമ്മളിവിടുത്തെ ഇവിടെ ഒരു ലോകം വെട്ടിപ്പിടിക്കാൻ പോവാണ്. സംഗതി എന്നെ കാണുമ്പോൾ കുറച്ച് പ്രായമൊക്കെ ഇതിനകത്ത് തോന്നിക്കുമെങ്കിലും ഈ ഒരു ആംബിയർ വെച്ചിട്ട് നമ്മൾ ഇത് ഈ ഏരിയ നമ്മളങ്ങ് എടുക്കും. മനസ്സിലായോ? നമ്മളിങ്ങനെ തുടങ്ങിയതാണേ. അപ്പോൾ നമുക്ക് ഗെയിം ക്യാപ്ചർ ആക്കി തരാം നിങ്ങൾക്ക്. ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയിട്ട് ഗെയിം ക്യാപ്ചർ. ബാൻ കിട്ടും. ഒന്നും കിട്ടാൻ പോണില്ല ഇവിടെ. എടാ ഇത് ബാൻ കിട്ടിയാൽ ഉണ്ടല്ലോ, റെഡം. ബാൻ കിട്ടിയാൽ നമ്മൾ നമ്മുടെ സെർവറങ്ങ് പണിയും. പിന്നല്ലാതെ വന്നില്ല. എന്ത് വന്നില്ലെന്ന് ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോടാ. എന്നൊക്കെ ഞാനേ നിങ്ങൾക്ക് F8 FPS ഇതുകൂടെ അങ്ങ് ഇതാക്കി തരാം. അതാകുമ്പോൾ ഡ്രോ പെർഫോമൻസ് PL എല്ലാം വരുവാണെങ്കിൽ അറിയാം. PL 5%. ഇവിടെ ആരും ഇല്ലേ? ഫോൺ വിളിക്കാൻ പറ്റൂലല്ലോ, അതല്ലേ വേറൊരു പ്രശ്നം. കണക്ട് റേഡിയോ ഒന്നും ഇല്ല ഇവിടെ. റെയിമെല്ലാം വന്ന് ഇടിച്ചിടുവോ? ഇതെന്താ? അയ്യോ, എന്തിലോ ഒരു F6 ക്ലോത്തില് ഷർട്ട് ഊരിയിടണം. കണ്ട, നമുക്ക് ടെമ്പറേച്ചർ മൈനസും ആവാൻ പാടില്ല, കൂടാനും പാടില്ല. എത്രാണ്ട് മുകളിൽ കൂടാനും പാടില്ല, ഇതാക്കാനും പാടില്ല. മെയിലുണ്ടല്ലേ? നമുക്കിത് പഠിക്കാം. നിന്നിട്ട് ഇത് പഠിക്കാം. എന്നാൽ ഇവരെ എങ്ങനെ കണ്ടുപിടിക്കും ഗൈസ്? ഒരു കമ്മ്യൂണിക്കേഷൻ സോഴ്സും ഇല്ലാതെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ആൾക്കാരിലേക്ക് എത്തണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്.
ലൈറ്റ് ഓഫ്. ആ കറണ്ട് പോയി. ഒരു സെക്കൻഡ് ഗൈസ്. കറണ്ട് പോയി. എറണാകുളം കറണ്ട് കട്ട്. ഇന്നലെ ഇവിടൊക്കെ ആള് ഏതെങ്കിലുമൊക്കെ ഒരുത്ത ഇവിടെ കടയിലൊക്കെ നിപ്പുണ്ടായിരുന്നു. ഡോർ പിഴുതെടുത്ത ഇവിടെ ആരും ഇല്ലടാ. ഇവിടെ ആരും ഇല്ല കൈസ്. ഇവിടെ ഞാൻ ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകണോ? മാപ്പ് എവിടെയാ നോക്കട്ടെ. വേറെ അടുത്തെങ്ങും ഇവിടുത്തെ ടൗൺ. നമ്മുടെ ഒരു കുതിര പോലും ഇല്ല. വേറെ അടുത്തതാ ഇവിടെ വാൻ ഹോൺ ട്രേഡിംഗ് പോസ്റ്റ്. മെയിൽ അയക്ക്. ആർക്ക് മെയിൽ അയക്കാൻ? എങ്ങനെ മെയിൽ അയക്കാൻ? മെയിൽ എങ്ങനെ അയക്കുന്നേ? ഇൻവെന്ററി. ഇതെന്താ? ഇവിടെ വല്ല വാർക്കപ്പടിയൊക്കെ എടുത്ത് നടക്കാം. അതേ ചെയ്യാവുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ഇതെന്താ കയ്യിൽ വരാത്തെ? ഇത് നമ്മുടെ കയ്യിൽ വരുന്നില്ല. കണ്ട കത്തി. നിർത്തിപ്പോടാ. ഇപ്പൊ നിർത്താം ബ്രോ. കറണ്ട് ഒന്നും വന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിർത്താം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ലൈവ് ഇട്ടിട്ട് കുറച്ച് നേരം പ്ലീസ്. ഞാൻ നെറ്റും PC ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഓടി വന്നതാണ്. കുറച്ച് നേരം ഇട്ടോട്ടെ പ്ലീസ്. ഒന്നും പറയല്ലേ എന്നെ. കുറച്ച് നേരം കൂടെ. ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ഓടി വന്നതാണ്. അത് കഴിയുമ്പോൾ നിർത്താവേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടുന്ന് എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് ലോഡിങ് ഇഷ്യൂ ആണ്. ലോഡിങ് ഇഷ്യൂ ആണോ? പോടാ. കുതിരയുടെ സൗണ്ടല്ലേ കേട്ടതിപ്പോ? ആളുണ്ട്, ഇറങ്ങി കേറ്. ആണോ? ഇറങ്ങി കയറണോ? എന്നാ ഇറങ്ങി കയറാം. പെട്ടെന്ന് കയറാം. വെയിറ്റ് ചെയ്യാം. യെസ്, റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇതിനും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലേ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഇറങ്ങി കയറ്. ലോഡാവാത്തതാണ് ആയിരിക്കും. കാരണം ഈ PC നമ്മൾ ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പം എല്ലാം ലോഡാവുന്നേ ഉള്ളായിരിക്കും. എല്ലുപിനെങ്ങും കാവിൽ $20 കുതിരയെ വാങ്ങാം. എടാ നമ്മുടെ കുതിരയുടെ പേരെന്തായിരുന്നടാ? സിൽക്കല്ലേ നമ്മുടെ സിൽക്ക് എന്നല്ലായിരുന്നു നമ്മുടെ കുതിരയുടെ പേര്. നമ്മുടെ കുതിരയുടെ 5M. എടാ മസിൽ മെമ്മറിന്ന് പോണില്ലടാ 5M. കരണ്ടൊന്ന് വന്നിരുന്നെങ്കിൽ. സുണ്ടുണ്ടായിരുന്നു, സിൽക്കും ഉണ്ടായിരുന്നല്ലേ? 2 ഇല്ലായിരുന്നോ? സിൽക്ക് ചത്തുപോയില്ലേ? സിൽക്ക് ചത്തുപോയായിരുന്നല്ലേ? സിൽക്ക് ചത്തുപോയായിരുന്നു. നല്ലൊരു കുതിരയായിരുന്നു. അണ്ണാ ഇയർബഡ്സ് കിട്ടിയോ? ഇല്ലടാ, ഞാൻ വേറെ ഒരെണ്ണം വെച്ച് സെറ്റ് ചെയ്ത്. പിന്നെ ഈ ആഴ്ച എനിക്ക് ചെവിയുടെ ഒരു ചെറിയ സർജറി ഉണ്ട്. അത് വേറെ കാര്യത്തിനാണ്, ഇതിന് വേണ്ടിയിട്ടല്ല. വേറൊരു കാര്യത്തിനൊരു സർജറി ഉണ്ട്. അത് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അത് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല.
പക്ഷെ ജെവിക്ക് ഒരു സർജറി ഉണ്ട്. എന്തൊക്കെ നടക്കണത് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ. അശ്ശോ, അപ്പൊ കൺഫേം ബ്രോ. എല്ലാവരും വേറെ സെർവറുകൾ കളിക്കുന്നുണ്ട്. അവർ PvP പ്ലേയേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കളയിപ്പിക്കേണ്ട. അവർ തൽക്കാലത്തേക്കിന് വേറെ ഏതെങ്കിലും സെർവർ കളിക്കും. 5 ദിവസം കളിച്ചില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പോകുന്ന PvP പ്ലേയേഴ്സാണ് TVയിലുള്ളെങ്കിൽ അങ്ങ് പൊക്കോട്ടെ ബ്രോ. അവരങ്ങ് പൊക്കോട്ടെ. അവരുടെ ഓപ്പർച്യൂണിറ്റി പൊക്കോട്ടെ. അവർക്ക് ഓപ്പർച്യൂണിറ്റി വേണ്ട. അവർ പിന്നെ അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോട്ടെ. എനിക്കിപ്പോൾ തൽക്കാലം വേറെ സെർവറിൽ കയറാൻ താല്പര്യമില്ല ഗൈസ്. ഞാൻ ഈ സമയത്ത് വേറൊരു സെർവറിൽ എന്തായാലും കയറണില്ല. ഇപ്പം കയറുവാണെങ്കിൽ നമ്മൾ എന്തായാലും എക്സലൻറ്റിസ് തന്നെ അല്ലെങ്കിൽ ബ്രാവോ ഉണ്ടാക്കുന്ന സെർവറിലേ കയറുന്നുള്ളൂ. 5 ദിവസത്തേക്ക് ഇനി ഇതൊക്കെ കളിച്ചിരുന്നാലും മരം വെട്ടിയാലും ഇതിനകത്ത് കോഴിയെ പിടിക്കാനും എല്ലാത്തിനും ഞാൻ പൊക്കോളാം. ദാറ്റ്സ് ഇറ്റ്. സ്റ്റോറി മോഡല്ലേ? അതില്ലല്ല, ഇത് സ്റ്റോറി മോഡല്ല, ഇത് RP ആണ്. ഇത് റോൾ പ്ലേ സെർവർ. TDM കളിക്കുന്നുണ്ടല്ലോ. TDM കളിച്ചോട്ടെ അവന്മാർ, TDM കളിച്ചോട്ടെ. RP ചെയ്യാൻ വേറൊരു സെർവറിൽ പോകണില്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ ലുക്ക് മാറിയോ? ഇതെന്തോ ഇങ്ങനെ വന്നേ? എടാ പുറകിലത്തെ ലൈറ്റ് ഇതുവരെ വന്നില്ലടാ. ഞാൻ ഗൈസ് ഇൻവേർട്ടർ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് പോയത് വീട്ടിൽ. ഇൻവേർട്ടർ ഇന്നിപ്പോൾ ചാർജ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. മനസ്സിലായ? എത്ര നേരം നിൽക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കറണ്ട് കട്ടില്ലാത്ത 10 വർഷം. വാവ്, എന്ത് നല്ലതായിരുന്നു ആ നാളുകൾ. എല്ലാരും വന്ന്. ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. My name is Karim Bhai. What's your name? My name is Victor K. മലയാളി കരീം ഭായ്. Hi, bro. Nice to meet you. ഓ, ഇതെന്താ ഫ്ലാഷോ? Who's this guy? Hey bro, hello. Hello, brother. What? Oh, so sorry. Oh, it's okay. I'm so sorry. It's okay. All good. Sorry, bro. Sir, all good. What's your name? My name is Vasu. What's your name? Wasi. Karim Bhai. Karim bhai. Okay. Please come. Karim bhai, മലയാളി. Hello. നാട്ടിലെവിടെ? തിരുവനന്തപുരം. നിന്റെ വിരല് കടിച്ചുള്ള സംസാരം കേട്ടപ്പോഴേ എനിക്ക് അറിയാറുത് നീ മലയാളി ആയിരിക്കും. അവിടെ ഇത് മലയാളം പറഞ്ഞാൽ കൊണ്ടുപോകും കേട്ടാ. പിന്നെ ഇവിടെ ആൾക്കാരുണ്ട്. അഥവാ അഡ്മിൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിങ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്താന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. നോ ഫസ്റ്റ് 24 hours ഒന്നും ചെയ്യാൻ പാടില്ല. അവന്മാര് പെർമനന്റ് ബാൻ ചെയ്യും. They will ban permanently if you do something against the rules. They will permanent ban you. We should follow the rules. For sure. For sure. Yeah. Who is this guy? Oh my boss. Oh mate, what's your name? Bro. My owner, when you here come here. ക്യാം പോയോ ഗൈസ്? ഒരു മിനിറ്റ്, ക്യാമറ പോയോ? ഹലോ ക്രോക്കഡൈലി. ഹലോ ക്രോക്കഡൈലി. ഹലോ എടാ എന്റെ ക്യാമറ അടിച്ചു പോയടാ. ഒരു അതെങ്ങനെ കരണ്ട് കുത്തിയിട്ടേക്കുന്ന ഗൈസ്, എന്റെ ക്യാമറ അടിച്ചു പോയി. ഹലോ Is this crocodile? ഗൈസ് എന്റെ ക്യാമറ ഓൺ ആവുന്നില്ല. ഞാൻ ഇത് നോക്കട്ടെ, RP ചെയ്യട്ടെന്നാ. ബ്രോ കേക്കാവോ? ഹലോ ക്രോക്കഡൈലി.
ബ്രോ കേക്കാവോ? കേക്കാം വിട്ടുവിട്ടാ കേക്കണേ പള്ളി. വിട്ടുവിട്ടാണോ കേക്കുന്നേ? ആ ഇപ്പോഴും എന്റേത് വിട്ടുവിട്ടാണോ കേക്കണേ? അല്ല, ആ ഇപ്പൊ എന്റെ പ്രശ്നമാണ് കേട്ടോ, സോറി. എന്റെ കറക്റ്റ് ആയിട്ട് കേൾക്കണം നിനക്ക്. എന്നിട്ട് ആ എനിക്ക് ഓക്കേനെ. ഞാൻ മള്ളി ഞാൻ കുറച്ച് മള്ളി ഞാനേ ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുമ്പോഴേ മലയാളം സംസാരിക്കാൻ പാടില്ല പറഞ്ഞ. അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് വിളിക്കണ്ടേ? മൈ ഓണറിനെ വിളിക്കണോ അതോ ക്രോക്കഡൈലിനെ വിളിച്ചാൽ മതി മലയാളി? മുതലാളിയാ? ആ എടാ മുതലാളിക്ക് ക്രൊക്കഡൈന്നല്ല പറയണത്. പിന്നെ അയ്യോ എന്താ? എന്നെ വിട് ഇതെങ്ങനെ നീ എന്നെ പിടിച്ചേക്കണേ. ഹലോ, മലയാളി നീ എന്നെ പിടിച്ചേക്കണേ. തിരിച്ചു പിടിച്ചോ അതെങ്ങനെയാണ് എനിക്കറിയില്ല. ഇത് നിനക്ക് അബദ്ധം പറ്റിയ guys. No fighting. Yeah, no problem with doing that. Yeah. What's your name, guys? My name is Vasu. What's your name, bro? It's Vincent Valentine. Vincent Valentine. Yeah, nice to meet you. Yeah, What are you doing here? I am doing my job here. വിടാവോ? നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണോ? Yeah, I'm a very good guy. ബ്രദർ ഫുൾ ഓഫ് ഷൂട്ടിംഗ് ആൾക്കാരെ മൊത്തം കെട്ടിട്ടേക്കണോണ്ട് സോ ബി കെയർഫുൾ. ആരെ കിട്ടിട്ടേക്കണ്? അവിടെ പോയി ഒന്നും കൂടെ ഞാൻ ഒന്ന് ഇറങ്ങി ഐ റൺ ഹിയർ ഓക്കെ മെയിൻ റോഡ് റെയിൽ റോഡ്. നമുക്ക് നൈസായിട്ട് നോക്കിയിട്ട് വരാം. നിങ്ങളുടെയൊക്കെ പേരെന്തായിരുന്നു? ഒന്ന് കരീം ഭായ് ഞാൻ വിൻസെന്റ്. വിൻസെന്റ്, കരീം ഭായി. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ബാ. ബ്രദർ കെട്ടിയിട്ടേക്കണ ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുള്ളതാണോ നോക്കട്ടെ. ഇത് മലയാളം ആർപ്പി സത്യം അല്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോ ഇംഗ്ലീഷ് പറയടാ. വേർ There. Can't you see? ലുക്ക് ദേർ ഓ മൈ ഗോഡ്. ആരെയോ പൊസക്കരെ തല്ലട ഗൈസ്. There, sheriff. ഒരുത്തനെ sheriff. അടക്കത്തോളം I don't know. I think so. I serious I run. അയ്യോ, ഹലോ ഡ്യൂഡ്. ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ആ സമയത്ത്. You guys all are new here? Yeah. Just 2 days. Super. എടാ ഇത് ഒരു തരത്തിൽ വരുന്നില്ലടാ ക്യാമറ. നിർത്തണം എരപ്പാളികളെ. ഓ അതെന്താ വന്നതിന്റെ ഇടക്കൂടെ? നിർത്തണം എരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം. Hank, what are the charges here, Hank? ഞാൻ ഒന്ന് ഊരി കുത്തട്ടെ ഗൈസ്, ഒരു സെക്കൻഡ് ഒന്ന് ഊരി കുത്തിക്കോട്ടെ. Does someone have some water? Hello? Vincent, bro. Alright, that's another charge again. എന്നെയാണോ കൊണ്ടുവന്നത്? ഒരുത്ത തറ കിടന്ന് എഴയാണ്. Okay. Yeah. What's yours? Are you ready? My name is Space, bro. Space. Vincent Space. വന്നോ ക്യാമറ വന്നോ? ക്യാമറ വന്നോ? Yes, Space. ക്യാമറ വന്നില്ലേ? ഓൾ ഗുഡ്. Okay. I'm fine now. I'm fine right now. Yeah. Bro, do you have some? On Tommy. Bro, what? Bro, that is On Tommy. police caught them. You come here. Yeah, man. Do it quick. On Tommy, motherfucker. Bro, I am not the guy. Oh my God. Step away if you have no business here. What you down? Thank you, man. Also step away. Am I we're gonna wait for this one. leave me, officer? Sir. Brewster? Yeah, sure. Brewster. They Unless nearly you want got to give you, a statement brother. because you've been a victim of Stay away. murder and this shit. എന്നെ പിടി കേട്ടാ, എന്നെ പിടി.
നമ്മുടെ പുറകെ വന്നവരുണ്ടോ നോക്കിയേ. No, 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 no. ഇല്ലല്ലേ? ഇല്ല ഇതുവരെ ഇല്ല. അവന്മാരുടെ ഭാഗ്യം. പിന്നെ അവന്മാരെ എന്തിനാ അവിടെ കെട്ടിയിട്ടേക്കണേ? എന്തോ കനത്തില് കാണിച്ചു അത് തന്നെ. അതെന്തോ കള്ളത്തരം കാണിച്ചിട്ടുള്ളതാ. ഈ കെട്ടിയിട്ടേക്കുന്നവന്മാരാരാ ഇവിടുത്തെ? കള്ളന്മാരായിരിക്കുന്നേ. ഡോൺ ആയിരിക്കും. അത് ലോമാൻ പോലീസാന്ന വിശ്വാസം. പോലീസാണ്. പോലീസുകാരാ. അവര് പോലീസുകാരാ. അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. വെള്ള കോട്ടിട്ടേക്കണവരാണ് ഷെരീഫ്. ഷെരീഫ്സ്. ഓക്കേ ഓക്കേ ഓക്കേ. വക്കീലിന്റെ കോട്ടിട്ടേക്കണ വക്കീല്. ഇവിടെ മൊത്തം മലയാളിയാ ഇപ്പൊ 2 ദിവസമായിട്ട്. പക്ഷെ ഇവന്മാരിപ്പോ നമ്മളെല്ലാരും കിട്ടും. നമ്മളെല്ലാം പെർമനന്റ് വന്നു വിടും. അല്ല പറയാൻ നിക്കണ്ട. Yeah, only English. Use English, bro. You know English, right? Yeah. ABCD. Yeah, talk to me in English then. Why? Where is Babu? Yeah. Yeah. Come, bro. Come. Yeah. Come. Yeah. Look at there. അവിടെ ഒരു കൂട്ടം ആൾക്കാരെ കെട്ടിയിട്ടിരിക്കുന്നു. Come. Yeah. Funny. Funny, very funny. Very funny. They were ചുറ്റിയിരിക്കുന്നു. Move, bro. wow, Molly nice. coming. Hey, dog. No. Not you. I can Real hear dog, my real fellow dog. lineman, but I don't see him. അയ്യോ, എന്തോ കാണുന്നു. Yeah. വാ. Any horse, donkey, something to ride? നിന്റെ No. Excuse me, bro. Yes. Yeah, where to buy horse? Come with me. Okay. നമുക്ക് കുതിരയെ മേടിക്കാം. കുതിര. നമ്മൾ പോലേക്ക് അറിയാം. Bro, for your information, dog is equal to admin. Oh, camel? Dog is equal to admin. Oh, dog is equal to. Oh, shit. Come. Hello. Yeah, coming. Yeah. ഇവിടെ പോണം. കുതിര വേണ്ട. കുതിര. Horse. Yeah. മള്ളി എവിടെ പോണം? Horse. Horse. Yeah, horse. Where? You say horse symbol on the map. You can go there. Come on. Oh, okay. Yeah. That's called stable. You can buy a horse or Yeah. wagon from there. $40 only. $40 only. Okay. How many Only you dollars buy, you have, I Babu? come. No, you pay. You pay. You buy. You buy, Malli. You buy. I ride. Okay. One horse enough, right? As usual, okay. Yeah, You buy so- car, I ride. Yeah. Buy horse, I ride. Okay. Okay. No change here also. Search for Morgan. It's only $40. Hey, don't call bad words. What? I didn't call a bad word. No. മോർഗനെ Bye. കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. Oh, sorry. No, Yeah. find a horse named Morgan. It will be Yeah. for $40. Yeah. Ah, okay. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോടാ? And you should use your PO number, post office number, so you can use that to, instead of phone line only. സ്റ്റോർ മോർഗൻ ഇല്ലല്ലോ ഇതില്. മോർഗൻ ലിവറാ? Go to store and buy. What is liver, bro? What is liver? Liver? ലിവർ അത് ഒരു ലിവർ കൊടുക്കുക. അത് കുതിരയാണോ അത്? Yes. $40. Buy it. Did you buy? Bro, What you want? Male, female? Cancel. Ask your wish. Malli, you buy female, I buy male. Let's make a business. Let's close the deal, bro. Yeah. Okay, I'm buying female. Okay. Buy good one with a minimum 8 inch or 10 inch foot length. Foot. Foot length is compulsory. You buy female. Okay, You okay. always say you love female, right? Ask your Okay. wish, brother. Check male or female.
You both buy mail. Okay. We bought horse. One second. ഇത് മേടിച്ചോ? What's up? Victor Kane. And set a name. Bro, what happened? Mali? He tried to try the horse. Open I was stable checking and whether select the horse horse. is ലെഫ്റ്റ് ഹോൾഡ് ഞെക്കിട്ട് ഒന്നും വരുന്നില്ല. കണ്ടോ ഇത് കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ലോഡിങ് നോക്കി കണ്ട? ഞാൻ ലെഫ്റ്റ് ഹോൾഡ് ഞെക്കിട്ട് ഒന്നും വരുന്നില്ല. ഞാൻ കുതിരയായെന്ന് തോന്നുന്നു കേട്ടാ. Open stable and select the horse. I got stuck. ബഗ്ഗായി. What? പോടാ. ഗയ്സ് അങ്ങനെ പറയരുത്. ഇതിപ്പോ 2 വട്ടം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതാ. ഡിസ്പ്ലേയിലെ ബ്രൈറ്റ്നസ് ഞാൻ കുറച്ച് കൂട്ടിക്കോ. Hello. ഇതിലല്ലോ, ഗ്രാഫിക്സിലായിരിക്കും ബ്രൈറ്റ്നസ്. കൺട്രോൾസ്, വീഡിയോ, ക്യാമറ. ഹോൾഡ് ചെയ്ത് ഗൈസ്, ഹോൾഡ് ചെയ്തിട്ടും അങ്ങനെ തന്നെയാ. എനിക്ക് ഒരു സെക്കൻഡ്, ഞാൻ ഇതിൽ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിക്കോട്ടെ. എനിക്കൊന്നും കാണുന്നില്ല, അതല്ലേ? അതിലും ഇല്ലേ? How the fuck do I get my horse? Sorry, what, brother? I'm just trying to figure out how to get my horse, sir. Select. എല്ലാം Did you buy a അൾട്രയിലൊക്കെ horse? കിടക്കണം. അൾട്രയിൽ did. ബ്രൈറ്റ്നസ് കാലിബ്രേഷൻ. Open the stable and select the horse. I did. I click select. Flex your S muscle. Hello, sir. Hello. ഇല്ലടാ, ഞാൻ ഞെക്കി പിടിച്ചിട്ട് It's Vincent Valentine, sir. Vincent Valentine. Nice day. Yeah. മന്ദാരമല്ലടാ ഇത്. What What's about your this name, guy? Oh, but he is planning to buy a Buying horse. No, this guy. Over here. Hey bro, can you hear me? Hello. Yes, sir. Yes, sir. I can't come back, bro. sir? My name is Vasu. What's your name? അണ്ണാ ഞാനാ. ഓ, മനസ്സിലായതേ ഇല്ല. അത്രയ്ക്ക് കിടില ആക്സിഡന്റ് ആയിരുന്നു. എന്ത് രസമായിരുന്നു അറിയോ? ലെഫ്റ്റ് ഹോൾട്ട് ആണ് ഞെക്കണത്. വേണം റൈറ്റ് ഹോൾട്ട് ഞെക്കുമ്പോ ലെഫ്റ്റ് ഹോൾട്ട്. Yes. So what are you doing? എടാ, ഞാനിവിടെ സ്റ്റക്കായടാ. ഓപ്പൺ സ്റ്റേബിൾ ലെഫ്റ്റ് ഹോൾട്ട് എന്ന് പറഞ്ഞ് മാത്രം കാണിച്ചോണ്ടിരിക്കും. അത് ഞെക്കിയിട്ട് ഫുള്ളായിട്ടും വരുന്നില്ല. ബഗ്ഗാണോ? ബാക്ക് സ്പേസ് അടിച്ച് ബാക്ക് വന്നൊക്കെയാണ്. ഇല്ല, ഹോൾഡ് ചെയ്ത് ഇതാ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അതാ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. FAQ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. പെട്ടെന്ന് തിരിച്ചു കയറാം. റെഡ് എം ഓപ്പൺ ചെയ്യുന്നു, കയറുന്നു. എന്തൊരവസ്ഥയല്ലേ ഇതിനിങ്ങനെ കുറേ ബഗ്ഗുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇനിഷ്യൽ ലോഡിങ് വരാത്തതിൻ്റെ കൈസ്. ഇനിഷ്യൽ ആദ്യം നമ്മൾ ഈ സിറ്റിയിലൊക്കെ കയറുമ്പോൾ നമ്മുടെ ലോഡ് ആവാത്തതുണ്ടല്ലോ, അത് ആ ലോഡ്. കറണ്ട് വന്നു. ഇവിടെ കറണ്ട് വന്നു. എസ്കേപ്പ് അടിക്കുമ്പോൾ സെറ്റിങ്സാണ് വരുന്നത് കൈസ്. സെർവർ നെയിം ഇത് സിൻ കൗണ്ടി ആണെന്ന് തോന്നുന്നു. സിൻ കൗണ്ടിയിൽ നല്ല ബഗ്ഗുണ്ട് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. നല്ല RPM വരുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്? അതെങ്ങനെയാണല്ലോടാ. വയർലെസ് കീബോർഡ്. എടാ കീബോർഡിൻ്റെ അല്ലടാ, അത് സെർവർ ബഗ്ഗാടാ. എടാ എന്തെങ്കിലും ഒരു സാധനം കാണിച്ച ആ സാധനത്തിൻ്റെ പ്രശ്നമാണെന്നാണ് നീ പറയണേ. അടിക്കണം നിന്നെയൊക്കെ. കൊല്ലം കറണ്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നീയൊക്കെ എല്ലാവരും പോസ്റ്റ്മാനും KSCB ഓഫീസിലെ ആൾക്കാരാവും. നീയൊക്കെ അങ്ങോട്ടും ഇവിടെ കറണ്ട് ഉണ്ടോയെന്ന് പറക്കളെ. ഇവിടെ വന്ന് പറയുമ്പോൾ കറണ്ട് വരുമല്ലോ നിൻ്റെയൊക്കെ വീട്ടിൽ. ഓരോ കാഴ്കൾ. ലൈറ്റ് ഓഫ് ആയി ഒന്നുമില്ല. നിൻ്റെ കണ്ണിൽ കുരുവാ. ഇന്ന് ലൈവ് കഴിഞ്ഞിട്ട് എങ്ങനെ ഹൈദരാബാദ് എത്തുമെന്നാണ് ഞാൻ ആലോചിക്കണത്. കാർ ഓടിച്ച് ചത്തുകൂടാ. വിനീതുള്ളതാണ് ഒരു ആശ്വാസം. അണ്ണ യു ആർ എ ജെം.
അല്ല, ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ ജമ്മാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കല്ലായിട്ട് ഏതെങ്കിലും ജൂവലറിയിലോ വല്ല മോതിരത്തിലോ മാലയിലോ വല്ല ഇരിക്കേണ്ട ആളല്ലേ? ഞാനൊരു മനുഷ്യനാണ്, തിരിച്ചറിയുന്നില്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നത്? ഫ്രഷ് സാധനം. താങ്ക് യു സോ മച്ച്, മീൻസ് ലോട്ട്. താങ്ക് യു. പുള്ളി പറയാണ് ഇവനൊക്കെ 500 രൂപ കൊടുത്ത പൈസക്ക് വല്ല ബീഡി മേടിച്ച് വലിച്ചാൽ മതിയായിരുന്നു. ബ്രോ താങ്ക് യു സോ മച്ച്. ഗഗൻ വി നായർ ബ്രോ താങ്ക് യു സോ മച്ച്. ആ കോമഡി കൊള്ളായിരുന്നു. താങ്ക് യു. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. $200 തന്നെ ഉണ്ട് കേട്ടോ. ഹലോ ബ്രോ, ബാബു നമ്പൂതിരി യു സോ? What, sir? If you have bought a horse, you can buy your friends are here. Boss, I can't see you. നീ എവിടെ? Boss, hello. Yeah. He's Yeah, here, what he's here, what he's here. happened to the horse? കറണ്ട് പോയ ഇവിടെ. ഹലോ. Hello? No. I problem. Okay. 1 second. I still have $200. Then you didn't buy the horse. You didn't buy female? I am buying female. 1 second. Give me a time. Okay. You buy fast buy. Okay. My mail is waiting, huh? എന്തൊക്കെ മോർഗൻ 40 മോർഗൻ. ഇതിനകത്ത് വേറെ ഇതിനകത്ത് ഇങ്ങനെ ഓരോരോ വേറെ ഉണ്ട് കേട്ടാ. ഇതെല്ലാം $40. ഇതിനകത്ത് ഏതാ വാങ്ങിക്കണ്ടേ? പലോമിനോ. The Morgan liver would be is the best one, I think. Yeah, liver. Okay. Female. Ready? Guys, ഇതാ വീണ്ടും. Hello, sir. What's your name, sir? My name is Spade, sir. What's your name, sir? You can call me Madara. Madara ji. Yeah. Babu number. Okay. I know you, Babu. I know your name, Babu, sir. Yeah. But how? ഇത് വീണ്ടും അങ്ങനെ ആയ. Funny guy. വെളിപ്പെട്ടു. Hello? എടാ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ ട്രാപ്പ് ആയടാ ഇവിടെ. Wait. I will buy one. We can try another stable, and then Another stable not opening. we can go to another city and we can have another stable, right? But now we can have our എനിക്ക് horse. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. കോൾ അഡ്മിൻ Then arrange me some horse. വരും. അഡ്മിൻ ഇപ്പൊ വരും. We can go. Yeah, this is my horse, Burju. He is coming. Burju. Okay, fine. Yeah. Male or female? Okay. ഗൈസ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം, അല്ലാതെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. അത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം.